അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. യാത്രകൾ ഇഷ്ടപ്പെടാത്ത മനുഷ്യർ കുറവായിരിക്കും. പലരും സാഹചര്യങ്ങൾ കാരണം യാത്ര മുടങ്ങിയവരുമായിരിക്കാം. എന്നാൽ ഇന്ന് എൻ്റെ കൂടെയുള്ളത് തൻ്റെ യാത്രയിലൂടെ സാഹചര്യങ്ങളെ മറികടന്ന് ഓൾ ഇന്ത്യ യാത്ര നടത്തുന്ന ബഹുമാനപ്പെട്ട നസീബ് റബ്ബാനി ഉസ്താദാണ്. ആദ്യമായിട്ട് നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം. സന്തോഷം. ഞാൻ ആക്ച്വലി കണ്ണൂർ ജില്ലയിലെ ഇരിട്ടി ഉളിക്കലാണ് സ്വദേശം. പലർക്കും നസീബ് റബ്ബാനി എന്നുള്ള പേര് ഇപ്പം അടുത്ത് ഇൻസ്റ്റഗ്രാമിൽ സജീവമായപ്പോഴാണ് അറിയുന്നത്. പൊതുവിൽ അറിയപ്പെടുന്നത് യൂട്യൂബിലൊക്കെ മുസാഫിർ ഓഫ് ദുനിയ എന്നുള്ള പേരിലാണ്. അതെ, മുസാഫിർ എന്നാണ് പലരും എൻ്റെ പേര് തെറ്റിദ്ധരിച്ചവരുണ്ട്. കാരണം കഴിഞ്ഞ 5 വർഷമായിട്ട് സോഷ്യൽ മീഡിയയിൽ ആ ഒരു ലേബലിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. യാത്രകളായിരുന്നു നമ്മുടെ പ്രേക്ഷകരായിട്ട് ഷെയർ ചെയ്തിട്ടുള്ളത്. ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ കണ്ടത് അങ്ങനെ ഒരു വീഡിയോസ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ ഇവിടെ ഇപ്പം എത്താൻ കാരണം യാത്രകളായിരിക്കും. അങ്ങനെ കഴിഞ്ഞ 5 വർഷത്തെ യാത്രകളിൽ നിന്നാണ് ഈ ഒരു ഓൾ ഇന്ത്യ യാത്ര എന്നുള്ള ഒരു കൺസെപ്റ്റിലേക്ക് എത്തുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഏകദേശം 5 വർഷത്തോളം യാത്രകൾ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ഇന്ന് താങ്കളിലുള്ളത്. അതെ, വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളിലൂടെ എല്ലാം കടന്നു പോയിട്ടുള്ള തരണം ചെയ്തിട്ടുള്ള ഒരു യാത്രാനുഭവങ്ങളാണ് താങ്കളുടെ കൂടെ ഉള്ളത്. തീർച്ചയായിട്ടും ഒരുപാട് പറയാനുണ്ട്. കാരണം യാത്ര എന്ന് പറഞ്ഞാൽ വെറുതെ നമ്മളെ സമയം കളയുന്ന ഒന്നല്ല. നമുക്ക് ആ യാത്രയിൽ ഉണ്ടായ ഒരുപാട് അനുഭവങ്ങളുണ്ട്, ഒരുപാട് പാഠങ്ങൾ യാത്രകളിലും. നഷ്ടങ്ങള്, ലാഭങ്ങള്, അനുഭവങ്ങള് എല്ലാം ഉണ്ടാകുന്ന ഒരു സംഭവമാണ് യാത്ര എന്നുള്ളത്. ഇപ്പൊ ഞാൻ പറയാം, ആദ്യമായിട്ട് എൻ്റെ ഏറ്റവും വലിയ ജേർണി എന്ന് പറയുന്നത് പഞ്ചാബിലേക്കാണ്. അതിനു മുമ്പ് പലതവണ ഈ നമ്മുടെ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ ഉത്തരേന്ത്യൻ യാത്രകൾ നടത്തിയിട്ടുണ്ടെങ്കിലും അങ്ങനെയൊക്കെ യാത്ര നടത്തിയിട്ടുണ്ടെങ്കിലും പക്ഷെ നമ്മളാക്കിയൊരു യാത്ര ഉണ്ടല്ലോ, അതെന്റെ പഞ്ചാബ് യാത്രയാണ്. തീർച്ചയായും ഒരു അപ്രതീക്ഷിതമായി കൊറോണ സമയത്ത് പഞ്ചാബിലേക്ക് ട്രെയിൻ കയറുന്നു. അങ്ങനെ വീട്ടിലിരിക്കാനുള്ള ഇതുണ്ടല്ലോ, ഒരു ഇപ്പോ ആ പറഞ്ഞ ആ ഒരു കിളിയെ പിടിച്ച് നിങ്ങൾ കൂട്ടിലിട്ടാൽ എന്തായാലും ഒതുങ്ങിക്കൂടാൻ പറ്റാത്തൊരു സാഹചര്യം പറ്റൂല. അത് ഭയങ്കര പിരിമുറുക്കായിരിക്കും. അങ്ങനെയാണ് കൊറോണ സമയത്ത് ലോക്കായപ്പോ പഞ്ചാബിലേക്ക് ട്രെയിൻ കയറുന്നത്, തീവണ്ടി യാത്ര പോകുന്നത്. അങ്ങനെ പിന്നെ അവിടെ നിന്നാണ് ഒരു കണ്ടിന്യൂ യാത്രയുടെ തുടക്കം എന്ന് പറയാതെ ആശയം. അതെ. പിന്നെ നമുക്ക് അറിയാനുള്ള ഒരു കാര്യം, എങ്ങനെയാണ് ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ്, അതും വെറുതെ ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് അല്ല, പൊതുവെ എല്ലാവരും പോകുന്നത് പോലെയുള്ള ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് അല്ല താങ്കൾ നടത്തുന്നത്. അതിന്റെ പിന്നിൽ വലിയൊരു സന്ദേശം കൂടിയുണ്ട്. തീർച്ചയായിട്ടും എഡ്യൂക്കേഷൻ ഫോർ ഓൾ, ഡെവലപ്മെന്റ് ഫോർ ഓൾ എന്ന ആശയം. എങ്ങനെയാണ് ഈ ഒരു ആശയത്തിലേക്ക് താങ്കൾ എത്തിപ്പെടുന്നത്? ഞാൻ പറഞ്ഞല്ലോ, ഈ പഞ്ചാബ് യാത്ര, ഞാനൊരു യാത്രികനായിട്ട് പഞ്ചാബിൽ പോയിട്ട് പിന്നീടാണ് എന്ത് ചെയ്യുന്നത്, അവിടുത്തെ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളിൽ സജീവമാകുന്നത്. അങ്ങനെ ഒരു അവസരം എനിക്ക് കിട്ടിയെന്ന് പറയാം. പിന്നെ യാത്രകൾ എന്ന് പറഞ്ഞാല് വില്ലേജ് ടു വില്ലേജ് ട്രാവലിംഗ് ആണ്. അന്ന് പഞ്ചാബ് മുഴുവൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, സൈക്കിളില് 8 മാസത്തോളം. അവിടുത്തെ മനുഷ്യന്മാരെ കൂടെ നമുക്ക് മനസ്സിലാക്കാൻ, അവിടുത്തെ കൾച്ചർ ഒക്കെ മനസ്സിലാക്കാൻ നമുക്ക് ആ ഒരു യാത്രയിലൂടെ സാധിക്കും. അങ്ങനെയുള്ള യാത്രയായിരിക്കും നമുക്ക് എപ്പോഴും ഓർമ്മയിലുണ്ടാവുക. ഇപ്പൊ നിങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ടോ? യാത്ര ഈ അടുത്തായിട്ട് ഹൈദരാബാദ് നിന്ന് പോയി വന്നു. അതെ, എന്താണ് നിങ്ങൾ യാത്രയിൽ എന്ന് വെച്ച് കഴിഞ്ഞാല് മൊത്തത്തിൽ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ടുണ്ടാവും, കണ്ട് അനുഭവിച്ചു, അത്രയല്ലേ ഉള്ളൂ. വ്യത്യസ്തങ്ങളായ ജീവിതങ്ങൾ അവിടെ കാണുകയാണ്. പലരും പല സാഹചര്യങ്ങളിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന പല വ്യത്യസ്തങ്ങളായ മനുഷ്യന്മാർ കണ്ട്. പക്ഷെ അവരോട് നിങ്ങളൊന്ന് സംസാരിച്ചോ? ഒന്നാമത് ഭാഷയുടെ ഒരു ദൗർബല്യം കാരണം അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ പൊതുവെ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു ഷോർട്ട് ടൈം ട്രാവലിംഗിലൊക്കെ അതൊരു കുറവായിരിക്കും. കാരണം നമ്മളെന്താ അവിടുത്തെ ബിൽഡിങ്ങുകള്, അവിടുത്തെ സ്മാരകങ്ങള്, ടൂറിസ്റ്റ് സ്ഥലങ്ങളാണ് ഫോക്കസ് ചെയ്യുക. പക്ഷെ ഞാൻ അനുഭവിച്ച യാത്രകൾ ഞാൻ ഡിപ്പെൻഡ് വില്ലേജുകളിലൂടെ, വില്ലേജ് ടു വില്ലേജ്, അത് എന്റെ ജീവിതത്തിൽ വലിയ വീണ്ടും അവരിലേക്ക് യാത്ര ചെയ്യാനുള്ള ഒരു, അങ്ങനെയാണ് ഈ ഓൾ ഇന്ത്യ യാത്ര എന്നുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടായി വരുന്നത്. തീർച്ചയായും. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു യാത്രയുടെ, ഈ ഓൾ ഇന്ത്യ യാത്രയുടെ വിശേഷം, ഒരു അഭിപ്രായം ഏറ്റവും വേണ്ടപ്പെട്ടവരോട് പങ്കുവെച്ചപ്പോൾ എങ്ങനെയായിരുന്നു അവരുടെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ് ഉണ്ടായിരുന്നത്? ഒന്നാമതായിട്ട് നമ്മുടെ കുടുംബമാണ്. തീർച്ചയായും. കാരണം ആക്ച്വലി ഞാനൊരു മാരീഡ് ആണ്. തീർച്ചയായും. അപ്പോ വൈഫുണ്ട്, മോളുണ്ട്. അപ്പൊ മുമ്പത്തതിൽ നിന്ന് വ്യത്യസ്തമാണ്. അതായത് ആദ്യം പഞ്ചാബ് യാത്രകൾ എന്ന് പറഞ്ഞാല് ഒരു ഒറ്റത്തടി പ്രശ്നങ്ങളൊന്നും ഇല്ല, ഇറങ്ങിപ്പോ. അതുപോലെ 2 ഫാമിലിനെ കൺവിൻസ് ചെയ്യിക്കണം. ഒന്ന് എന്റെ ഫാമിലിനെ, മറ്റൊന്ന് വൈഫിന്റെ ഫാമിലി. പ്രത്യേകിച്ച് നമ്മുടെ കണ്ണൂർ സിസ്റ്റർ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം. അപ്പോ അൽഹംദുലില്ലാഹ് എന്ന് പറയാം, അതൊക്കെയാണ് എന്റെ ഒരു ഊർജം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ നേരത്തെ പറഞ്ഞല്ലോ തുടക്കത്തിൽ ഇൻട്രോ, സാഹചര്യങ്ങളാണ് പലപ്പോഴും എന്ത് ചെയ്യുന്നത്, പലരെയും യാത്രകളിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നത്. പക്ഷെ നമുക്ക് അനുകൂലമായ ഒരുപാട് സാഹചര്യങ്ങൾ ഉണ്ടായി. പിന്നെ മറ്റൊന്ന് പറഞ്ഞാൽ നമുക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ, അതെന്റെ പ്രേക്ഷകരോടാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് യാത്ര ചെയ്യാനൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ സാഹചര്യം നമുക്കൊരു തടസ്സമല്ല. അത്
6000 കിലോമീറ്റർ കേരളവും തമിഴ്നാടും കൂടി ഓടിയ കോൺഫിഡൻസിലാണ് ഞാൻ പറയുന്നത്. ആ ഒരു അനുഭവം കൂടെ ഞാൻ പ്രേക്ഷകരോട് സംസാരിക്കുന്ന പ്രശ്നമില്ലല്ലോ. അതായത് വെറും 4000 രൂപ പെട്രോൾ ക്യാഷ് ആയിട്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. വണ്ടി പോലും എന്റെ സ്വന്തമല്ല മീൻസ് അതായത് അതും കടത്തിലാണ് എന്ത് ചെയ്യുന്നത്. അതെന്നോടുള്ള സ്വന്തത്തിനോടുള്ള ഒരു കുറ്റബോധമായിരുന്നു. അതായത് 2024 ഞാൻ ആഗ്രഹിക്കുന്നു ഒരു ഓൾ ഇന്ത്യ യാത്ര ചെയ്യണം. 2024 ഡിസംബർ ആയിട്ട് അതിനു വേണ്ടി എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ 2025 ആയപ്പോൾ അതൊരു ഇറങ്ങി പുറപ്പെടലായിരുന്നു, പെട്ടെന്നുള്ള ഒരു ഇറക്കം. ഇപ്പോ 6 മാസത്തിന് മേലെ ഞാൻ യാത്ര ചെയ്യുന്നത്. ഇപ്പൊ കേരളം വിട്ടിട്ടില്ല. ചിലപ്പോ എന്റെ പ്രേക്ഷകർ എന്നെ കുറ്റപ്പെടുത്തും. അതാണ് ഞാൻ നേരത്തെ വിശേഷിപ്പിച്ചത്. അതായത് എല്ലാവരും നടത്തുന്ന ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് അല്ല നിങ്ങൾ നടത്തുന്നത്, ഓരോ നാടിനെയും അറിഞ്ഞിട്ടുള്ള ഒരു യാത്രയാണ്. അതെ. ഇപ്പോ ഈ വീഡിയോ കാണുന്ന പലപ്പോഴും എന്റെ ഫോളോവേഴ്സില് ചില ആളുകൾക്ക് ഡൗട്ട് ഉണ്ടാവും, ഇതെന്താ ഈ ഓൾ ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് കേരളം തന്നെ കഴിയുന്നില്ലല്ലോ. അതിൽ ഏകദേശം ഒരു 3 മാസത്തോളം ബ്രേക്ക് വന്നിട്ടുണ്ട്. ഏകദേശം 4 മാസമാണ് ട്രാവൽ ചെയ്തതാകെ. പക്ഷേ അതിന്റെ ഇടയിൽ ഇതൊക്കെ എന്ന് പറഞ്ഞാല് ഓരോന്നും നമ്മൾ ഉണ്ടാക്കിയെടുത്ത സാഹചര്യമാണ്. ഒന്നും ഇല്ലാണ്ട് നമ്മൾ ആരംഭിച്ച യാത്ര ഇന്ന് ഏകദേശം വണ്ടി നമുക്ക് സ്വന്തമായിട്ടുണ്ട്. സ്വന്തമായി വണ്ടിയായി. ഇനിയിപ്പോ ഓരോ കാര്യങ്ങൾ നമുക്കൊരു ദിവസം എക്സ്പെൻസ് എത്ര വരുന്നുണ്ട് അറിയോ? ഏകദേശം 800 മുതൽ 1000 രൂപ വരെ ഫ്യൂവൽ ഫുഡ് എക്സ്പെൻസ് വരുന്നുണ്ട്. സ്റ്റേ ഒക്കെ നിലവിൽ വണ്ടിയിലെ സൗകര്യങ്ങളുണ്ട്. പിന്നെ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം നമ്മളെ പരിചയമുള്ള ആളുകൾ നമ്മൾ എന്ത് ചെയ്യും, സപ്പോർട്ട് ചെയ്യും, ഫോളോവേഴ്സ് സപ്പോർട്ട്. അതെ. അപ്പോ അങ്ങനെ അതാ ഞാൻ പറഞ്ഞിരുന്നത്, സാഹചര്യങ്ങൾ നമുക്ക് അതിജീവിക്കാൻ പറ്റും. ഒരു കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടുള്ളത്, നമ്മൾ തുടങ്ങുക, ബാക്കി എന്ത് വഴികൾ വരും. സ്വപ്നത്തിന്റെ പിറകെ മറ്റൊന്ന്, ചിലപ്പോൾ ഞാനിപ്പോ നിലവിൽ നല്ല അൺകംഫർട്ട് സോണിലാണ്. നമ്മൾ അൺകംഫർട്ട് സോണിലാണെങ്കിലേ നമ്മൾ വളരും. നമ്മൾ എപ്പോഴും കംഫർട്ട് സോണിലാണ് നിൽക്കുക, നമുക്കിപ്പം കിട്ടുന്ന ആനുകൂല്യങ്ങളൊക്കെ ആസ്വദിച്ച് മാറ്റം ഉണ്ടാവില്ല. ഇപ്പൊ നിങ്ങൾക്ക് 50,000 രൂപ ഒരു സാലറി കിട്ടുന്നുണ്ട്. ഒരു ഉദാഹരണം പറയാം, നിങ്ങൾ ഓക്കെയാണ്, നിങ്ങളുടെ ഫാമിലി ഹാപ്പിയാണ്, സ്വാഭാവികമായിട്ടും വലിയൊരു ജോലി ചിന്തിക്കൂല. ആ ഒരു കംഫർട്ട് സോണിൽ അങ്ങനെ മൂവ് ചെയ്തോണ്ടിരിക്കും. അതെ. നേരെ മറിച്ച് നമ്മൾ നല്ല സ്ട്രഗിളുകൾ അനുഭവിക്കുമ്പോൾ അങ്ങനെ ഉണ്ടല്ലോ, എന്താ പറയാ, അതിജീവിക്കാൻ വേണ്ടി ഒഴുക്കിൽപ്പെടുമ്പോഴല്ലേ നമ്മൾ വെള്ളി തേടുക. അപ്പോ പിടിവള്ളി തേടുക. ആ ഒരു അവസ്ഥയാണ് ഉണ്ടാവുക. അപ്പൊ അൽഹംദുലില്ലാ ഞാന് എന്നിലേക്ക് നോക്കുമ്പോ ഇപ്പൊ നല്ല കോൺഫിഡൻസ് ആണ്. ഞാനത് എൻ്റെ ഓരോ യാത്രയിലും വെറുതെ യാത്ര ചെയ്ത് പോവല്ല, ഞാൻ വഴി കാണുന്ന എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ യാത്രയെ പ്രോത്സാഹിപ്പിക്കുന്നു, അവർക്ക് വേണ്ട സപ്പോർട്ട് കൊടുക്കുന്നു. ഇതൊക്കെയാണ് യാത്രയിൽ. അതുപോലെ വിദ്യാഭ്യാസപരമായി എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ, കേരളത്തിൽ നിലവിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണുന്ന, നമ്മൾ ഈ പെർഫ്യൂം കൊടുത്തിട്ടാണ് അതിന്റെ എക്സ്പെൻസിനാണ് യാത്ര ചെയ്യുന്നത്. അതാണ് എൻ്റെ യാത്ര എക്സ്പെൻസ് എന്ന് പറയുന്നത്, യാത്ര എക്സ്പെൻസ് കണ്ടെത്തുന്നത്. അപ്പോൾ അവിടുന്ന് കാണാൻ എന്നോട് പെർഫ്യൂം വാങ്ങാൻ വരുന്നവരോട് ഞാൻ എന്ത് ചെയ്യുന്നു, മോട്ടിവേറ്റ് ചെയ്ത് അവരെ പഠനത്തിൽ അല്ലെങ്കിൽ ഒരു പുതിയൊരു സ്റ്റാർട്ടപ്പ്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. ഈ യാത്രക്ക് സ്വാഭാവികമായിട്ട് വലിയ രീതിയിലുള്ള ഒരു ചെലവ് വരും. അപ്പോൾ ഈ ഒരു പെർഫ്യൂം സെല്ലിങ്ങിലൂടെ മാത്രം ഇതിനുള്ള ഒരു ചെലവ് കണ്ടെത്താൻ താങ്കൾക്ക് സാധിക്കുന്നുണ്ടോ? സ്വാഭാവികമായിട്ടും നിങ്ങളെ വീഡിയോ കാണുന്ന ഒരാൾക്കുള്ള സംശയമായിരിക്കാം അത്. ഒരു വലിയ ചെലവ് വരുന്ന ഈ ഒരു പദ്ധതിക്ക് ഇങ്ങനെ പെർഫ്യൂം സെല്ലിങ്ങിലൂടെ അതിനുള്ള മാർഗം കണ്ടെത്താൻ പറ്റുന്നുണ്ടോ? ഞാൻ അത്യാവശ്യം നല്ല എഫേർട്ട് എടുക്കുന്നുണ്ട്. നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചപ്പോൾ സൂചിപ്പിച്ചല്ലോ, അതായത് കണ്ടിന്യൂസ് ട്രാവലിംഗ് ഇല്ല, അതുപോലെ തന്നെ ഈ വൈകുന്നേര സമയങ്ങളിൽ രാത്രികളിലൊക്കെ പെർഫ്യൂംസ് സെല് ചെയ്യുന്നുണ്ട്. അതെ. അതായത് അത്യാവശ്യം എഫേർട്ട് എടുക്കുന്ന, ഞാൻ പറഞ്ഞില്ലേ, ഏകദേശം 1000 രൂപ നമുക്ക് ഡെയിലി എക്സ്പെൻസ് വരും. 2 ആളെ ഫുഡ്, പിന്നെ ഫ്യൂവലും എല്ലാം അടക്കം. അപ്പൊ ചില ദിവസങ്ങളിൽ നമുക്ക് നിങ്ങൾ ചോദിച്ച പോലെ ഒരു സൈഡും നടക്കൂല. 1000 എക്സ്പെൻസ് അവിടെ കിടക്കുന്നുണ്ട്. ചിലപ്പോ എന്ത് ചെയ്യും, കുഴപ്പമില്ലാത്ത സെയിൽ നടക്കും. അപ്പൊ പലപ്പോഴും സെയിൽ എവിടെയാണോ അവിടെ കുറച്ച് ഫോക്കസ് ചെയ്യും. ഇപ്പൊ ബീച്ച് സൈഡ് ആളുകൾ കൂടുതലായിട്ട് ശ്രദ്ധ. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു 3 ദിവസം കോഴിക്കോട് ബീച്ചിലായിരുന്നു. ഒരു സ്ഥലത്ത് 3 ദിവസം നിൽക്കൂല, പക്ഷെ അവിടെ കുറച്ച് ക്രൗഡ് ഉണ്ടായിരുന്നു, ആളുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും പെർഫ്യൂംസിന്റെ സെല്ലിങ്ങും കാര്യങ്ങളും വലിയ രീതിയിൽ തന്നെ നടക്കും. നേരെ മറിച്ച് ഇന്നലെ നമ്മൾ ഈ ഒരു ഏരിയയിലാണ് 1000 രൂപയുടെ പോലും സെയിൽ എന്ത് ചെയ്തിട്ടില്ല, നടന്നിട്ടില്ല. അപ്പൊ ഇത് കേരളത്തിലെ മന്ത്ലി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഓക്കെയാണ്. കേരളം വിടുമ്പോ എന്താണെന്നറിയില്ല, പ്രാക്ടിക്കലായിട്ട് വരും എന്നുള്ളത്. ഇനി എന്തിനു റെഡി ആയിട്ടാണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. ഇതല്ലെങ്കിൽ മറ്റൊന്ന്. ഇനിയിപ്പോ കേരളം കഴിഞ്ഞാല് പെർഫ്യൂം എന്താണ് നമുക്ക് പറയാൻ പറ്റില്ല. ഇല്ല. അപ്പോ ആളുകൾ എങ്ങനെ അതിനെ അക്സെപ്റ്റ് ചെയ്യുന്നോ, അല്ലെങ്കിൽ അവർക്ക് അവരുടെ പ്രധാന പ്രശ്നം എന്താ, അരി വാങ്ങാന്നുള്ളതാണ്. തീർച്ചയായിട്ടും അത്രയും പ്രയാസം അനുഭവിക്കുന്ന ഗ്രാമങ്ങളിൽ നമ്മൾ പോയിട്ട് പെർഫ്യൂം അത് വെക്കാൻ തന്നെ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ മനസാക്ഷിയോട്. നമ്മൾ ഈ നോർത്ത് ഇന്ത്യൻ യാത്രക്കാരോട് ചോദിക്കുന്ന അവസരത്തിൽ അവർ പറയുന്നതാണ്, അവിടുത്തെ കുട്ടികളെ, അവിടുത്തെ മാതാപിതാക്കള്
പഠനത്തിന് പകരം ജോലിക്ക് പറഞ്ഞേക്കാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് ആ രക്ഷിതാക്കളോട് സംസാരിക്കുമ്പോൾ രക്ഷിതാക്കൾ പറയുന്നതാണ്, പഠിച്ചാൽ എന്ത് കിട്ടും, ജോലിക്ക് പോയാൽ അന്നത്തേക്കുള്ള വകയായല്ലോ, ആ ഒരു കൺസെപ്റ്റ് ആണ് അവിടെ ഉള്ളത്. അതെ അതെ അപ്പൊ അവരിലേക്ക് ഈ പെർഫ്യൂം കൊണ്ട് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും മറ്റൊരു ഓപ്ഷനിലേക്ക് നമ്മൾ കടക്കേണ്ടി വരും. അങ്ങനെ തീർച്ചയായും ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ പ്രത്യേകിച്ച് ഓപ്ഷൻ കണ്ടിട്ടില്ല. എന്തെന്നുള്ളത് എന്തിനും റെഡി ആയിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത്. എന്തെന്നുള്ളത് അവിടുത്തെ സാഹചര്യവും അത് മനസ്സിലാക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും. ഇപ്പോ നിങ്ങൾ നേരത്തെ ആ പറഞ്ഞ വിഷയത്തിലേക്ക് ഞാൻ വരികയാണേ, ആ ഒരു അനുഭവം. അതായത് ഒരു യാത്രയിൽ ഒരു കുട്ടിയെ പരിചയപ്പെടുന്നു. കേരളത്തിലാണ് അല്ല, ഇവിടെ പഞ്ചാബിൽ വെച്ച്. പഞ്ചാബിൽ. അപ്പൊ നമ്മൾ യാത്രയെ കുറിച്ച്, നമ്മളെ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇങ്ങനെ പരിചയപ്പെടുന്നത്. അതായത് നമ്മൾ കേരളത്തിൽ നിന്ന് വന്നതാണ്, വിദ്യാഭ്യാസത്തെ പ്രൊമോട്ട് ചെയ്യാണ് നമ്മൾ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, കൂടുതൽ പഠിക്കണം, കാര്യങ്ങളൊക്കെ കുട്ടിയോട് നമ്മൾ വളരെ സീരിയസ് ആയിട്ട് പറയുമ്പോൾ കുട്ടി എരുമയുടെ അടുത്ത് അപ്പൊ ആ കുട്ടി പറഞ്ഞൊരു കാര്യമുണ്ട്, എരുമ പാല് തരും, പഠിച്ചാൽ എന്ത് കിട്ടും? ആ ഒരു ചോദ്യമാണ് പല ഉത്തരേന്ത്യൻ മേഖലയിൽ നമുക്ക് കേൾക്കാൻ. അതെ അതെ, അതായത് അവർക്ക് ചെറുപ്രായത്തിൽ തന്നെ എന്ത് ചെയ്യാണ്, എരുമനെ നോക്കിയാൽ എന്ത് ചെയ്യും, പാല് കൊടുത്താൽ പണം സമ്പാദിക്കാം. അത് അതാ ഞാൻ പറഞ്ഞത്, ചില ആളുകൾക്ക് അങ്ങനെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഇപ്പൊ പണം സമ്പാദിക്കാന്ന് പറയുമ്പോ ഈ നേരത്തെ പറഞ്ഞതിനോട് ഞാൻ കൂട്ടി വായിക്കാണ്. അതായത് കംഫർട്ട് സോണല്ലേ. അപ്പോ നമുക്ക് കംഫർട്ട് സോണിലൊരു മിതമായ പണം കിട്ടും. പക്ഷെ അൺകംഫർട്ട് സോൺ ആകുമ്പോൾ അതിനെ നമുക്ക് ഇരട്ടിപ്പിക്കാൻ പറ്റും. പക്ഷെ അത് അവർ മനസ്സിലാക്കുന്നില്ല. ചലഞ്ച് ഏറ്റെടുക്കുമ്പോൾ അതിനെ നമുക്ക് സ്വാഭാവികമായിട്ട് അപ്പൊ അവര് പാല് വിറ്റിട്ട് കിട്ടുന്ന, പാല് വിറ്റ വരുമാനം കിട്ടുമല്ലോ എന്ന് മാത്രമാണ് ചിന്ത. പക്ഷെ പഠിച്ചിട്ട് നല്ലൊരു ജോലി കിട്ടിയാൽ അല്ലെങ്കിൽ നല്ലൊരു പൊസിഷനിൽ എത്തിയാൽ അതിനെ കുറിച്ച് എന്ത് ചെയ്യുന്നില്ല, ചിന്തിക്കുന്നില്ല എന്നാണ് ആലോചിക്കുന്നില്ല. പിന്നെ വെച്ചാല് മറ്റൊരു മാതൃക അവർക്കിടയിലില്ല. എല്ലാവരും ചുറ്റുപാട് മുഴുവനും ഇതേപോലെ രാവിലെ എരുമയും കൊണ്ട് ഇറങ്ങുന്നു, വൈകുന്നേരം അവയെ കൊണ്ട് വീട്ടിലേക്ക് മടങ്ങുന്നു, പാല് വിറ്റ് സമ്പാദ്യം നേടുന്നു. ആ ഒരു ചുറ്റുപാടിലായിരിക്കും കുട്ടികളും വളരുന്നത്, അവർക്ക് ശേഷം വരുന്ന തലമുറയും വളർന്നു വരുന്നത്. അപ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ട കാര്യം, അത് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട് കറക്റ്റ് ചെയ്യപ്പെടുന്നത് സഞ്ചാരം ഇല്ലാത്തത് കൊണ്ടാണ്. എന്ത് ചെയ്യുന്നത്, അവർക്ക് ആ ഒരു ചിന്ത, അവരുടെ നാട്ടിലെ സാമൂഹിക അവസ്ഥകൾ മാത്രമേ എന്ത് ചെയ്യും, മാറ്റങ്ങൾ അവരറിയുന്നില്ല, വളർച്ച അറിയുന്നില്ല, ഒന്നും തന്നെ അറിയുന്നില്ല. അപ്പോ അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഏതെല്ലാം രീതിയിൽ പ്രവർത്തനങ്ങൾ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്? ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ ഏകദേശം പഞ്ചാബില് 8 മാസത്തോളം സൈക്കിൾ യാത്ര, വില്ലേജ് ടു വില്ലേജ്. നമ്മൾ പുതിയ ആളുകളെ പരിചയപ്പെടുന്നു, നമ്മൾ വന്നതിന്റെ ലക്ഷ്യങ്ങൾ പറയുന്നു, അങ്ങനെയുള്ളൊരു യാത്രയാണ്. അപ്പോൾ പലരും അക്സെപ്റ്റ് ചെയ്യുന്നു, റിജക്ഷൻ വളരെ കുറവായിരിക്കും. അപ്പോൾ എഡ്യൂക്കേഷൻ അവർക്കൊക്കെ ആഗ്രഹമുണ്ട്, എന്ത് പഠിക്കണം, പക്ഷെ സാഹചര്യങ്ങളില്ല, എങ്ങനെ എത്തിപ്പെടാം എന്നുള്ള ഒരു. അതായത് ഈ അവരെ ഏറ്റവും വലിയ പൊസിഷൻ എന്നൊക്കെ പറയുന്നത് വലിയ പോലീസ് ഉദ്യോഗസ്ഥനാണ്, SP ആണ് എന്നൊക്കെ പറയുമ്പോഴാണ്. അവിടെ ഒരു ഗുജ്ജർ എന്ന് പറഞ്ഞൊരു വിഭാഗമുണ്ട് പഞ്ചാബില്, ഗുജ്ജർ കമ്മ്യൂണിറ്റി. അവരുടെ ജീവിതം പറഞ്ഞാൽ ഓൾമോസ്റ്റ് എരുമയാണ്. അതായത് എരുമയുമായി ബന്ധപ്പെട്ട ജീവിതം, അതിന്റെ പാല് കറന്നു കിട്ടുന്നതാണ് അവരുടെ ഏക വരുമാനം. അവര് 6 മാസക്കാലം യാത്രകളായിരിക്കും. 6 മാസം എരുമയും കൊണ്ട് എരുമയെ മേയിച്ച് യാത്ര ചെയ്യും. പിന്നെ അവര് ആകെ 2 മാസം മാത്രമാണ് സ്വന്തം നാട്ടിലെത്തുക. അങ്ങനെ ആ നാട്ടിലെത്തുമ്പോ അവരെല്ലാരും ഭയങ്കര സജീവവും എല്ലാം. അവര് ഇതെങ്ങനെ എരുമകളെ വിറ്റിട്ടാണോ നാട്ടിലേക്ക് എത്തുന്നത്? അതല്ല, എരുമകളെയും കൊണ്ട് എരുമകളുടെ ചെലവ് ലാഭിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫാമിങ് സിസ്റ്റം ഒക്കെ ചെയ്യുന്ന ആളുകൾക്ക് അറിയാം. അതായത് ഏറ്റവും കൂടുതൽ ചെലവ് വരുന്നത് ഫുഡിനാണ്. ഇങ്ങനെ സഞ്ചരിക്കുമ്പോ എല്ലായിടത്തും ലഭ്യമാകുന്ന ഭക്ഷണങ്ങളൊക്കെ കഴിപ്പിച്ച്, ഇപ്പൊ ഇവിടെ കാണുന്ന പുല്ലുകള്, അതിന്റെ കുറച്ച് കഴിഞ്ഞാൽ അതിന്റെ അപ്പുറം പുല്ലുകള്, ഇവര് അങ്ങനെ സഞ്ചാരം. അവരെ കൂടെ ഒരു കുതിരവണ്ടി ഉണ്ടാവും. ഈ കുതിരവണ്ടിയില് പിന്നെ ഫുഡ് ഉണ്ടാക്കാനുള്ള സെറ്റപ്പ് കാര്യങ്ങള് ഈ കൂടെ പോകുന്ന മനുഷ്യർക്ക് ഉണ്ടാവും. അതായത് കുട്ടികള്, സ്കൂളിൽ പോകുന്ന കുട്ടികള്, ചെറിയ കുട്ടികള്, പ്രായമുള്ള ആളുകൾ, അവര് മാത്രമായിരിക്കും ആ സമയങ്ങളിൽ വീട്ടിലുണ്ടാവുക. ബാക്കി യുവാക്കളും യുവതികളും, അതായത് യുവാക്കളൊക്കെ ഭാര്യമാരൊക്കെ എന്ത് ചെയ്യും, ഈ എരുമയും കൊണ്ടുള്ള സഞ്ചാരത്തിലേക്കാണ്. ഏകദേശം 6 മാസക്കാലം ഇവരെല്ലാവരും ഉണ്ടാകുന്ന സമയമാണ് ഈ തണുപ്പ് സമയമാകുമ്പോൾ 2 മാസം. അപ്പൊ അവിടെ എന്തുണ്ടാവും, ഒരുപാട് പ്രോഗ്രാമുകളും കാര്യങ്ങളും മൗലൂദുകളൊക്കെ സജീവമാകുന്ന ഒരു സമയമാണിത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ ആ സമയത്താണ് നമ്മൾ ആദ്യമായിട്ട് പഞ്ചാബിൽ എത്തിപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് എല്ലാവരും നമുക്ക് നേരിട്ട് അനുഭവിക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ വന്നതിന്റെ ലക്ഷണങ്ങളൊക്കെ പറയുമ്പോൾ അവർ നമ്മളെ സ്വീകരിച്ചു.
അതിന് വേണ്ട സാഹചര്യങ്ങൾ അവരെ വീട്ടിൽ താമസിക്കാനുള്ള സൗകര്യം, സൗകര്യങ്ങളൊക്കെ ഭക്ഷണത്തിനുള്ള അവസരം, ഇതൊക്കെ അവർ നമുക്ക് ചെയ്തു തന്നു. ബാക്കി പിന്നീട് നമ്മൾ അവിടെയുള്ള കുട്ടികളൊക്കെ ഒരുമിച്ച് കൂടി ഒരു കുട്ടിയിൽ നിന്നും 2 കുട്ടിയിൽ നിന്നും 3 കുട്ടിയിൽ നിന്നും തുടങ്ങിയ സംവിധാനങ്ങൾ 10-60 കുട്ടികളിലേക്കൊക്കെ എന്ത് ചെയ്യാൻ പറ്റി, എത്തിക്കാൻ പറ്റി എന്നുള്ളത്. പിന്നെ ഒരു സ്കൂൾ സംവിധാനമാണ് അവിടെ നടപ്പിലാക്കിയിട്ടുള്ളത്. സ്കൂൾ, അതായത് ബാക്ക് ടു സ്കൂൾ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാമാണ്. ഇവിടെ ഈ ലേണിംഗ് സെന്ററിൽ വരുന്ന കുട്ടികൾ എന്തായാലും എന്ത് ചെയ്യണം, സർക്കാർ സ്കൂളിലേക്ക് പോകണം എന്നുള്ളതാണ്. അതുപോലെ ഹിഫ്ദുൽ ഖുർആൻ കോളേജ്, അതുപോലെ ഇന്നിപ്പോൾ അൽഹംദുലില്ലാ ഒരു പഞ്ചാബിൽ ഒരു ദാവ കോളേജ്, അതായത് പഞ്ചാബിലെ ഏറ്റവും വലിയ ദാവ കോളേജ് എന്ന് തന്നെ പറയുന്ന രൂപത്തിലേക്ക് എത്തിപ്പെടാൻ പറ്റിയെന്നുള്ളതാണ് ഒരു പോസിറ്റീവ്. അപ്പോൾ ഇതൊക്കെയാണ് എന്ത് ചെയ്തത്, നമ്മൾ പഞ്ചാബ് യാത്രയിൽ ചെയ്തിട്ടുള്ളത്, അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടി നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്രയധികം വളർച്ച ഉണ്ടായത്? സ്വാഭാവികമായിട്ടും യാത്ര, അതേപോലെ ഗൾഫ്, അതാണ് ഗൾഫ് യാത്രകളാണ്, പ്രവാസികളാണ് കേരളത്തിന്റെ മുഖച്ഛായ മാറ്റിയത്. ഒരു കാലത്ത് ഞാൻ ഓർക്കുന്നു, എൻ്റെ ഉമ്മാന്റെ ഉമ്മയൊക്കെ എരുമനെ വളർത്തിയിട്ടുണ്ട്, ഉമ്മാന്റെ ഉമ്മ പശുവിനെയും വളർത്തിയിട്ടുണ്ട്. അപ്പൊ ഈ പശുവിന്റെ പാല് വിറ്റിട്ടൊക്കെയാണ് നമ്മളെ പല കാര്യങ്ങളും അന്ന് കഴിഞ്ഞു പോയത്. എരുമ ഫാമുകൾ തന്നെ അതായത് ഫാമോളം വരുന്ന എരുമകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോ ഞാൻ പറഞ്ഞിരുന്നത്, ആ സാഹചര്യത്തിൽ നിന്ന് നമ്മുടെ കേരളം ഇത്ര മാത്രം വളരാൻ, അല്ലെങ്കിൽ നമ്മൾ ഈ അനുഭവിക്കുന്ന സുഖങ്ങളൊക്കെ ഉണ്ടാവാൻ കാരണം നമ്മുടെ കേരളത്തിലെ പ്രവാസികൾ തന്നെയാണ്. ആ പ്രവാസികളുടെ പറിച്ചു നടലാണ് ഇവിടുന്ന് മാറ്റിയത്. കാരണം അവിടുത്തെ കൺസെപ്റ്റുകള്, വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ അവിടെ സംഗമിക്കുമ്പോൾ അവിടുന്ന് കിട്ടുന്ന നോളജ്, അതൊക്കെ ഈ മനുഷ്യരിലേക്ക്, നമ്മുടെ മലയാളികളിലേക്ക്, അതെ, അതുപോലെ അവിടെ ഉണ്ടാവുന്ന ബിസിനസ് സാഹചര്യങ്ങള്. ഇപ്പോ നിങ്ങൾ ഒരാൾ അനുഭവിക്കുമ്പോൾ, നിങ്ങൾ എന്നെ അനുഭവിക്കുമ്പോൾ, ഞാൻ ചെയ്യുന്ന ഒരു ബിസിനസിനെ കുറിച്ച് നിങ്ങൾക്ക് പഠിച്ചാൽ നിങ്ങൾക്കൊന്ന് ചെയ്ത് നോക്കിയാലോ എന്നുള്ള സാധനം വരുന്നില്ലേ, ഇല്ലേ? അതേ സെയിം പ്രൊഡക്റ്റ് അല്ലെങ്കിൽ പോലും ആ ഒരു മാർഗം പിന്തുടരാൻ പറ്റുന്നുള്ളൊരു ചിന്താഗതി വരുന്നുണ്ടല്ലോ. പക്ഷെ ഇത്തരം ഗ്രാമങ്ങളിൽ എന്ത് വരുന്നില്ല, ആ ഒരു ചിന്താഗതിക്കുള്ള അവസരം ഉണ്ടെങ്കിൽ ഒരു പക്ഷെ എന്താവും, മാറ്റം വന്നേക്കാം. അവർ എപ്പോഴും ആലോചിക്കുന്നത് എരുമ ഒന്നിൽ നിന്ന് എങ്ങനെ 2 ആക്കാം, അതിനു വേണ്ടി എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ പാലിന്റെ അളവ് എത്ര കൂട്ടാം എന്ന് മാത്രമാണ്. പാല് പരിമിതമായ ഒരു ചിന്താഗതിക്കുള്ളിൽ അവർ ഒതുങ്ങി. രണ്ടാമതൊരു സാധനത്തിനെ കുറിച്ച് അവരെന്ത് ചെയ്യുന്നില്ല, അതാണ് അവർ അനുഭവിച്ചിട്ടുള്ളൂ. ഇപ്പോ ഞാൻ പറഞ്ഞില്ലേ, നിഷ്കളങ്കരായ ഗ്രാമീണർക്ക് ജാട ഉണ്ടാവില്ല. അവര് എന്താണോ അതാണ് അവരുടെ അതിഥികളോട് പ്രകടിപ്പിക്കുക. അപ്പോ ഞാൻ പറഞ്ഞത് എന്റെ വിഷയത്തിന് ഒരുപാട് തന്നെ മാറി. അപ്പൊ ഓരോ ഓരോ സമയത്തും ഓരോ സ്ഥലത്തും എന്താണ് ആവശ്യം അതിനനുസരിച്ച് നമ്മൾ പ്രൊമോട്ട് ചെയ്യുക. എങ്ങനെയെങ്കിലും യാത്ര ചെയ്യുക. ചിലപ്പോൾ 1 വർഷം, അല്ലെങ്കിൽ 2, അല്ലെങ്കിൽ 5 തീർക്കും. അത് ആ ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ കൂടെ ഉള്ളത് ഒരു വാനാണ്, ഒരു പടക്കുതിര എന്ന് പറയുന്ന ഒരു വാനാണ്. സ്വാഭാവികമായിട്ട് ഈ ഒരു വലിയ രീതിയിലുള്ള ഈ ഒരു യാത്രയിൽ വാന് ഒരു അൺകംഫോർട്ടബിൾ ആയിട്ട് അനുഭവപ്പെട്ടിട്ടുണ്ടോ? കാരണം നമ്മുടെ ജീവിതത്തിൽ ഈ ഇൻസ്റ്റാഗ്രാമിലായാലും മറ്റു സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നതാണ്, പലരും കാരവാൻ ഉപയോഗിച്ചിട്ടൊക്കെ വലിയ രീതിയിലുള്ള യാത്രകൾ പോകുന്നത്. വലിയ എക്സ്പെൻസ് ഉണ്ടാവും സ്വാഭാവികമാണ്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? അതായത് ഒരു വാന് മതിയാകില്ല, അതിനപ്പുറത്തേക്ക് ചിന്തിക്കണം എന്നുള്ള? ഇപ്പം ഞാൻ നോക്കുമ്പോൾ വാൻ എനിക്ക് ധാരാളം, കാരണം സാഹചര്യങ്ങൾ ഇല്ലാത്തടത്തുനിന്ന് ഇറങ്ങി പുറപ്പെട്ട ഒരാളാണ്. സത്യം. അതായത് 2010 മോഡൽ വണ്ടിയായിട്ടാണ് ഞാനിപ്പോൾ 6000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത്. ഇതുവരെ പറയാത്തക്ക കംപ്ലൈന്റ് ഒന്നും വന്നിട്ടില്ല. പിന്നെ അങ്ങനെ ആവട്ടെ. അപ്പോൾ അത്യാവശ്യം അതിൽ രണ്ടാൾക്ക് കിടക്കാനുള്ള സ്പേസ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇതിനുള്ള പെർഫ്യൂമിനുള്ള കാര്യങ്ങൾ, കുക്കിങ്ങും കാര്യങ്ങളും കൂടെ എന്ത് ചെയ്യണം, കേരളം. അതാ പറഞ്ഞത്, അത് ഓരോന്നോരോന്നും നമ്മള് ചെയ്തു തരാണ്, സ്റ്റെപ്പ് ബൈ. കുറച്ച് എമൗണ്ട് എന്തെങ്കിലും ബാക്കിയാകുമ്പോൾ ഇതിന് കുറച്ച് എമൗണ്ട് ബാക്കിയാകുമ്പോൾ അതിലേക്ക് ആഡ് ചെയ്ത് അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ, നിങ്ങൾ ഡയറക്റ്റ് ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് പോവുകയല്ല, ഓരോ ഗ്രാമങ്ങളെ അറിഞ്ഞിട്ട് അവിടുത്തെ മനുഷ്യന്മാരെ അറിഞ്ഞിട്ടുള്ളൊരു യാത്രയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇതിനൊക്കെയുള്ള ഒരു സമയത്തിന്റെ ക്രമീകരണം നടത്തുന്നത്? അതായത് ഡയറക്റ്റ് ഒരു പോക്കെല്ലാം നമ്മൾ ആദ്യം പറഞ്ഞു. അപ്പോൾ ഇങ്ങനെ ഓരോ നാടുകളെ അറിയാനുള്ള ആ ഒരു സമയക്രമീകരണം എന്ന് വെച്ചാൽ നമ്മൾ രാവിലെ സുബഹി നിസ്കാരം കഴിഞ്ഞാലാണ് യാത്ര ആരംഭിക്കുക. അങ്ങനെ ആരംഭിച്ചാൽ ഏകദേശം 4 മണി വരെ നമ്മൾ ആളുകളായിട്ട് ഇന്ററാക്ട് ചെയ്യുക, നമ്മളെ സ്ഥലങ്ങൾ കാണുക. അതാണ് നമ്മുടെ രീതി. 5 മണി to 9 മണി 10 മണി വരെ എന്നൊക്കെ പറയുന്നത് ഈ പെർഫ്യൂമായിട്ട് സജീവമാകുന്ന സമയമാണ്.
കാരണം യാത്രകൾ എക്സ്പെൻസ് കണ്ടെത്തുന്നത് അതിലൂടെയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ചില സ്ഥലത്ത് സെയിലിന് ഫോക്കസ് ചെയ്യേണ്ടി വരും. ആ അപ്പം ഡിപ്പെൻഡഡ് ആയിട്ട് 2 ദിവസം ഫുള്ള് സെയിലായിരിക്കും നമ്മൾ ഫോക്കസ് ചെയ്യുക. നേരെ മറിച്ച് ആ 2 ദിവസം എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇവിടെ ഫുൾ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ വില്ലേജുകളിലേക്ക് പോകുമ്പോൾ അവിടെ ഒന്നും സെയിൽ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇല്ല, പൊതുവെ കുറവായിരിക്കും. അപ്പൊ അവിടെ അടുത്തുള്ള സ്ഥലങ്ങളിൽ എന്ത് ചെയ്യുക, നമ്മൾ നിൽക്കുക, എന്നിട്ട് വേണ്ട കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ നിലവിൽ കേരളത്തിൽ മാത്രം 6000-ഓളം കിലോമീറ്റർ സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നീണ്ട യാത്രക്കിടയിൽ ഒരുപാട് മറക്കാനാവാത്ത അനുഭവങ്ങൾ ഉണ്ടാവും. അതിൽ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള ഒരു അനുഭവം അല്ല, അതാ ഞാൻ ആലോചിക്കുന്നത്. ഈ ചെറിയ കേരളത്തിൽ മാത്രം ഞാൻ സഞ്ചരിച്ചപ്പോൾ ഒരുപാട് അനുഭവങ്ങൾ, ഒരുപാട് മനുഷ്യർ, എന്തൊക്കെയാ വിധത്തിലുള്ള മനുഷ്യരാ അറിയാം നമുക്ക് ചുറ്റുമുള്ളത്. മറക്കാനാവാത്തൊരു അനുഭവം പറയാം. എന്നെ വല്ലാതെ ഇപ്പോഴും എൻ്റെ മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചുകൊണ്ട് ഒരു അനുഭവം. അതായത് ഞാൻ അട്ടപ്പാടിയില് ഒരു വനത്തിൻ്റെ ഉള്ളിൽ നിന്ന് പറയാം, വളരെ ദൂരത്തിൽ, അട്ടപ്പാടിയിട്ട് ആൾക്കാരൊന്നും ഇല്ലാത്ത ഒരു എന്താ ഒരു ഗ്രാമമല്ല, ഒരൊറ്റപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലം. അവിടെ ഒരു മസാറുണ്ട്. അവിടെ ഒരു മനുഷ്യൻ എന്ത് ചെയ്യാണ്, ജീവിക്കുകയാണ് ഒറ്റക്ക്. അയാളോട് ഞാൻ ചോദിച്ചു, കടകളോ ഒന്നുമില്ല. അയാള് ആ മസാറിൽ ഖിദ്മത്ത് എടുത്ത് ജീവിക്കുകയാണ്. അദ്ദേഹം കോഴിക്കോട് സ്വദേശിയാണ്. ആളുകളൊക്കെ എത്തിപ്പെടുന്ന ഒരു മസാറാണോ അതല്ല? വളരെ അപൂർവമായിട്ട് ആളുകൾ എത്തിപ്പെടുന്ന ഒരു സ്ഥലമാണ്. അപ്പൊ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് ഇങ്ങനെ ഇവിടെ വരാനുള്ള സാഹചര്യം? അപ്പോൾ അദ്ദേഹം പറഞ്ഞ ആ വാക്കുണ്ടല്ലോ, അതെനിക്ക് വല്ലാത്ത വേദന ഉണ്ടാക്കിയിട്ടുണ്ട്. അതായത് സ്വന്തം മക്കള്, ഭാര്യ, അദ്ദേഹം ഒരുപാട് കാലം പ്രവാസിയായിരുന്നു. അങ്ങനെ പ്രവാസത്തിന് ശേഷം നാട്ടിൽ വന്നപ്പോൾ ഭാര്യ, മക്കള് ഇവരൊക്കെ ഒരുമിച്ച് കൂടി എന്ത് ചെയ്തു, അദ്ദേഹത്തെ വീട്ടിൽ നിന്ന് പുറത്താക്കി. അതായത് ജോലിയൊക്കെ ഒഴിവാക്കി തിരിച്ച് അദ്ദേഹം ജീവിച്ചത് മൊത്തം, അദ്ദേഹത്തിന്റെ യുവത്വകാലം മൊത്തം ചെലവഴിച്ചത് കുടുംബത്തിന് വേണ്ടിയാണ്. അദ്ദേഹം വാർദ്ധക്യത്തിലേക്ക് തിരിച്ചു വന്നപ്പോ എന്തായി, വാർദ്ധക്യമായി തിരിച്ചു വന്നപ്പോ അവരെ വീട്ടിൽ നിന്ന് കുടുംബം ഉപേക്ഷിക്കുകയാണ്. അപ്പോ അതില് അദ്ദേഹം പറഞ്ഞതുണ്ടല്ലോ, അത് പലപ്പോഴും എൻ്റെ മനസ്സിൽ ഇങ്ങനെ, പല പ്രവാസികൾ, ഇത് ഞാൻ ഈ അടുത്തുണ്ടായ ഒരു അനുഭവമാണ്. ഇതുപോലെ പല യാത്രകൾ, എൻ്റെ ഉത്തരേന്ത്യൻ യാത്രകളിൽ മലയാളികളായ ഒരുപാട് ആളുകൾ ഇതുപോലെ പല സ്ഥലത്തും എന്തുണ്ട് കണ്ടുമുട്ടിയിട്ടുണ്ട്. ഈ അനുഭവം പറഞ്ഞ്, അതായത് യൗവനകാലം മുഴുവൻ പ്രവാസ ലോകം കുടുംബത്തിന് വേണ്ടി ചെലവഴിച്ച് അവസാനം ജീവിതം നയിക്കാൻ വേണ്ടി തിരിച്ചെത്തുമ്പോൾ അവരെന്ത് ചെയ്യുക, മക്കളും ഉമ്മയും കൂടെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങും. അതാണ് എൻ്റെ മനസ്സിൽ ഇന്നും മായാതെ കിടക്കുന്ന ഒരു സംഭവം എന്നുള്ളത്. വ്യക്തി ജീവിതത്തിൽ അനുഭവിച്ച പ്രശ്നങ്ങള്. അതെ അതെ അതെ, അത് പലപ്പോഴും ആ മനുഷ്യന്റെ മുഖം എൻ്റെ മനസ്സിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കലുണ്ട്. പിന്നെ ഒരുപാട് മനോഹരമായ സ്ഥലങ്ങള്, നിഷ്കളങ്കരായ മനുഷ്യര്. അട്ടപ്പാടി വട്ടവട എന്ന് പറഞ്ഞാല്, വട്ടവട, കാന്തല്ലൂർ എന്നൊക്കെ പറഞ്ഞാല് ശരിക്കും ഒരു പ്രകൃതിയുടെ യഥാർത്ഥ ഭംഗി അവിടെയാണ് ഞാൻ അനുഭവിച്ചത്. അതോടൊപ്പം അവിടെയുള്ള മനുഷ്യരുടെ ജീവിതം, സ്നേഹം, നർമ്മം, അവരേക്ക് കൂടുതൽ എത്തിപ്പെടാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതെ. അതുപോലെ പാലക്കാടിന്റെ വിവിധ ഗ്രാമങ്ങളിലെ ഗ്രാമീണർ നമ്മളുമായിട്ട് സമീപിക്കുന്ന, അത് വ്യത്യസ്ത മതങ്ങളുണ്ട്, ജാതി, അതൊന്നും അവിടെ നമുക്കെന്തില്ല. പക്ഷെ അവര് നമ്മളെ വന്ന് കൈപിടിക്കുമ്പോഴും നമ്മളോട് വിശേഷങ്ങൾ ചോദിക്കുമ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു ഊർജം, ഇതൊക്കെ തന്നെയാണ് യാത്രയുടെ അനുഭവങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഒരു ദീർഘമായ യാത്രക്ക് സാധിക്കാത്ത പലരും യാത്ര ചെയ്യുന്നവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഏറ്റവും കാണാൻ മനോഹരമായിട്ടുള്ള അല്ലെങ്കിൽ മസ്റ്റ് വിസിറ്റ് എന്ന് പലരും പറയപ്പെടുന്ന ഒരു സ്ഥലം നിങ്ങളോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഏതായിരിക്കും സജസ്റ്റ് ചെയ്യുക? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വട്ടവട. പ്രകൃതിപരമായിട്ടും മനുഷ്യര് ആസ്വദിക്കാൻ പറ്റിയ സ്ഥലമാണ് വട്ടവട. തീർച്ചയായും. പിന്നെ പഞ്ചാബ് യാത്രകളിലെ അവിടത്തേക്കൊന്നും എൻ്റെ സംസാരം പോകുന്നില്ല. ഞാനിപ്പം പറഞ്ഞത് കേരളത്തിലെ കാര്യങ്ങൾ പറയാം. അതുപോലെ കാശ്മീരിലെ മനുഷ്യരാണ് എനിക്ക് ആതിഥ്യ മര്യാദയിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പൊതുവെ നമ്മളൊക്കെ പറയപ്പെടുന്ന, നമ്മളെ കൂട്ടത്തിലൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് എന്ത്, കാശ്മീരികളുടെ സ്നേഹം. അതായത് പുറത്തുനിന്ന് പ്രത്യേകിച്ച് നമ്മളെ കേരളക്കാർ കാശ്മീരിലേക്ക് എത്തുന്ന സാഹചര്യത്തിൽ അവര് നമ്മൾക്കുമായിട്ടുള്ള ഒരു സമീപനം, നമ്മളോടുമായിട്ടുള്ള അവരുടെ ഒരു സമീപനം ഒക്കെ വലിയ രീതിയിൽ തന്നെ പല. ഒറ്റ അനുഭവം പറയട്ടെ. ഞാൻ ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്ക് ബസ്സിന് പോകുമ്പോൾ രാത്രി 2 മണിക്കാണ് ശ്രീനഗറിൽ ബസ് ഇറങ്ങുക. ആ ബസ്സിൽ നിന്ന് പരിചയപ്പെട്ട ആളുടെ വീട്ടിലാണ് അന്ന് ഞാനും എൻ്റെ കുടുംബം, അന്ന് എൻ്റെ വൈഫും ഉണ്ട്, നമ്മൾ രണ്ടുപേരും പോയത്. ഒട്ടും പരിചയമില്ലാത്ത ആദ്യമായിട്ട് ബസ്സിൽ നിന്ന് കണ്ടുമുട്ടിയ അതിഥികളോട് വലിയ രീതിയിലുള്ള ഒരു സമീപനമാണ് അവരുടെ ഭാഗത്തുണ്ടാവുക. അതെ, അത് എൻ്റെ ജീവിതത്തിൽ നല്ലൊരു അനുഭവമായിരുന്നു. അതുപോലെ നമ്മൾ ബാരാമുല്ലയില് ഒരു വീട്ടിൽ താമസിച്ചിട്ടുണ്ടായിരുന്നു ഒരാഴ്ചയോളം.
അവര് നമുക്ക് അവിടെയുള്ള എല്ലാ ഭക്ഷണങ്ങളും ആ ഒരാഴ്ചൻ്റെ ഉള്ളിൽ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. മറ്റൊന്ന്, അവരുടെ വണ്ടിയിൽ ആ കാശ്മീരിന്റെ എല്ലാ ഭാഗങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മളെ കൂടെ വന്ന് കാണിച്ചു തന്നിട്ടുണ്ട്. നിങ്ങൾ നമ്മുടെ അതിഥികളാണ്. അവരുടെ ആപ്പിൾ തോട്ടങ്ങള് അതൊക്കെ എന്റെ യൂട്യൂബ് ചാനൽ വഴി എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ അവരുടെ നാട്ടിലേക്ക് എത്തിയ ഒരു അതിഥിയെ ഒരിക്കലും വെറും കൈയോടെ അവർ മടക്കില്ല, മനസ്സിനർപ്പിച്ചിട്ട്. അതെ അതെ. അപ്പൊ അത്തരം ഒരു ഗ്രാമീണ അനുഭവങ്ങൾ അല്ലെങ്കിൽ അത്തരം നിഷ്കളങ്കത അനുഭവിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഇതുപോലെ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കണം. നല്ല നല്ല ഗ്രാമങ്ങളാണ് കൊല്ലങ്കോട് പോലുള്ള, അതുപോലെ വട്ടവടയിലെ ഈ വട്ടവട പോലുള്ള ഗ്രാമങ്ങൾ. ഇതൊക്കെ മനസ്സിന് എന്തുണ്ട്, ഇന്നും നല്ല ഓർമ്മകളായിട്ട് മനസ്സിലുള്ള കാര്യമായിരിക്കാം. വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങൾ കാരണം, നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ സാഹചര്യങ്ങൾ കാരണം യാത്ര മുടങ്ങിക്കിടക്കുന്നവരുണ്ടാവും. അവർക്ക് മുമ്പിൽ എന്താണ് പറയാനുള്ളത്? അതായത് ഇങ്ങനെ സാഹചര്യങ്ങളൊക്കെ മറികടന്നിട്ടുള്ള ഒരു യാത്രയിലേക്ക് എങ്ങനെ എത്തിപ്പെടാം എന്നതിനെ കുറിച്ചൊക്കെ എങ്ങനെയാണ് പറയാം? ഒന്നും നമ്മളെ തേടി വരില്ല, എല്ലാം നമ്മൾ തേടി പോകണം. നമ്മൾ തേടി പോയാലേ APJ അബ്ദുൽ കലാം ഒക്കെ പറഞ്ഞതുപോലെ തന്നെ ഉറക്കത്തേക്ക് എടുത്തുന്നതാണ് സ്വപ്നം. അതെ, അതിപ്പോ ഞാന് വേറെ ഒന്നും കടമെടുക്കാതെ എന്റെ അനുഭവത്തിൽ നിന്ന് തന്നെ ഞാൻ മനസ്സിലാക്കിയ ഒരു സംഭവമാണ്. കാരണം 2024 ഞാൻ പറഞ്ഞല്ലോ, 2024 ആഗ്രഹിച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരുത്തനോട് സ്വന്തത്തോട് ചോദിച്ചൊരു ചോദ്യമാണ് ഈ യാത്ര. സ്വന്തത്തിനോട് ഞാൻ ചോദിച്ച ഒരു ചോദ്യമാണ് ഇന്ന് ഈ കേരളം കഴിയാനിരിക്കുന്നത്. അപ്പൊ അത് തന്നെയാണ് എനിക്ക് യുവാക്കളോട് പറയാനുള്ളത്. നമ്മുടെ യാത്ര ചെയ്യുകയാണെങ്കിൽ ഒരു കാര്യം കൂടെ, നമ്മുടെ യാത്ര ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഒരുപാട് അറിവുകൾ, നമുക്ക് ഒരു കരിയർ ഉണ്ടാക്കാൻ ആദ്യം ചെയ്യേണ്ടത് യാത്രകളാണ്. ഇപ്പൊ +2 കഴിഞ്ഞിരിക്കുന്നവരുണ്ടാവും, ഡിഗ്രി കഴിഞ്ഞിരിക്കുന്നവരുണ്ടാവും. അവരെന്ത് ചെയ്യണം അറിയോ, ഒരു വർഷമെങ്കിലും അങ്ങനെ യാത്ര ചെയ്യുക. നമ്മൾ ആ നാടിന്ന് വിട്ട് അല്ലെങ്കിൽ മറ്റു സ്ഥലങ്ങളിലേക്ക്, അത് നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ. ഇപ്പോ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഞാൻ പെർഫ്യൂം സെയിൽ ചെയ്തിട്ടാണ് യാത്ര ചെയ്യുന്നത്. അതുപോലെ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് എന്ത് ചെയ്യാ, നമ്മള് വിൽക്കുക. അതിലൂടെ ആ ഒരു മാർഗം ഓരോ നാട് നമ്മൾ പോയി കാണുക. കാരണം അത്തരം +2 കഴിഞ്ഞ ഡിഗ്രി കഴിഞ്ഞ ആളുകളെ സംബന്ധിച്ചിടത്തോളം വേറെ കമ്മിറ്റ്മെന്റുകളൊന്നും ഉണ്ടാവില്ലല്ലോ. അതിലൂടെ നമുക്കൊരു കരിയർ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും, അത് ഉറപ്പാണ്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു വെച്ചൊരു കാര്യമാണ് നമ്മുടെ കലാമിയം ആർട്സ് ഫെസ്റ്റിവലിന്റെ തീം സഞ്ചാരം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സഞ്ചാരം എന്നുള്ള തീമിലേക്ക് ചേർത്ത് വെച്ചുകൊണ്ട് നിങ്ങളുടെ അനുഭവത്തിൽ നിന്നും എന്താണ് പറയാനുള്ളത്? പൊതുസമൂഹത്തോടാണെങ്കിലും അതുപോലെ തന്നെ ഇത്തരം സ്ഥാപനങ്ങളിൽ പഠിക്കുന്നവരോടാണെങ്കിൽ പോലും എന്താണ് ഈ സഞ്ചാരം എന്നുള്ള ആശയത്തെക്കുറിച്ച് നിങ്ങളുടെ അനുഭവത്തിൽ നിന്നും പറയാനുള്ളത്? എന്തായാലും കാലികോചിതമായ ഒരു തീമാണ്. തീർച്ചയായിട്ടും ഇന്ന് യാത്രകളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്, യാത്ര ചെയ്യുന്ന ആളുകളുമുണ്ട്. പക്ഷേ ഈ യാത്ര ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യമുണ്ട്. നമ്മുടെ വർഷം, നമ്മുടെ സമയം എന്ത് ചെയ്യാൻ പാടില്ല, വേസ്റ്റായി പോകാൻ പാടില്ല. ഇപ്പൊ എൻ്റെ ഈ ഒരു വർഷം എന്ന് പറയുന്നത് 100% എനിക്ക് ഉറപ്പാണ് അത് വേസ്റ്റ് ആവില്ല എന്നുള്ളത്. എനിക്കല്ലെങ്കിൽ മറ്റുള്ളവർക്ക് എന്ത് ചെയ്യണം, അതിന്റെ ഒരു ഗുണം കിട്ടണം. പറയാനുള്ള ഇറങ്ങി പുറപ്പെടണം. സ്വപ്നങ്ങൾക്ക് പിന്നാലെ ഇറങ്ങി പുറപ്പെടണം. അതെന്ത് ചെയ്യണം, നമ്മുടെ ഒരു സ്വാർത്ഥമായ സ്വപ്നങ്ങളിലൂടെ ആവാൻ പാടില്ല. അത് നമ്മളിലൂടെ മറ്റുള്ളവർക്ക് കിട്ടുമ്പോഴാണ് നമ്മളൊരു സാമൂഹിക ജീവിയാകുന്നത് യഥാർത്ഥത്തിൽ. അപ്പൊ അവർക്ക് കൂടെ എന്തെങ്കിലും കിട്ടുന്ന രൂപത്തിലാവണം. അല്ലെങ്കിൽ നമ്മൾ ആലോചിക്കാം, നമ്മുടെ യാത്രകളിലൂടെ 2 ആളുകൾക്ക് ജോലി കൊടുക്കാം, അല്ലെങ്കിൽ 2 ആളുകൾക്ക് ബിസിനസ് കൺസെപ്റ്റ് പറഞ്ഞു കൊടുക്കാം. നമ്മളൊരു യാത്രയിൽ ഞാൻ അതൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. യാത്രയിൽ അതായത് ബിസിനസ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഉണ്ടാവും. അവർക്ക് എന്ത് ചെയ്യാം, നല്ല പ്രൊഡക്റ്റുകൾ പരിചയപ്പെടുത്തുക. യാത്രയിൽ നമ്മൾ കണ്ടുമുട്ടുന്നത്, നമുക്കത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിലും വലിയ വഴിത്തിരിവായി. തീർച്ചയായിട്ടും. അതുപോലെ നല്ല യൂണിവേഴ്സിറ്റികൾ പരിചയപ്പെടുത്തി കൊടുക്കുക. ഡെവലപ്മെന്റ് ഫോർ ഓൾ. അതുപോലെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കൺസെപ്റ്റുകൾ സ്റ്റാർട്ടപ്പ് ചെയ്ത ആളുകളെ നമ്മളൊന്ന് പ്രൊമോട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് എനിക്ക് പുതിയ യാത്രയെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ സഞ്ചാരം ആഗ്രഹിക്കുന്ന ആളുകളോട് പറയാനുള്ളത്. അപ്പം വേറൊരു ഇതുണ്ട്, താൻ പാതി ദൈവം പാതി എന്ന് പറഞ്ഞ പോലെ അതിനുള്ള വഴികൾ എന്ത് ചെയ്യും, പഠിച്ച നമുക്ക് എളുപ്പമാക്കി തരും. ഞാൻ തീർച്ചയായിട്ടും അങ്ങനെ വിശ്വസിക്കുകയാണ്. കാരണം ഇപ്പോഴും ഞാൻ എന്നോട് തന്നെ, ഞാൻ സ്വന്തത്തോട് കോൺഫിഡൻസ് ചെയ്തിട്ട് ഞാൻ സംസാരിക്കുന്നത്. ഒന്നുമില്ലാണ്ട് ഇറങ്ങിത്തിരിഞ്ഞ് 6000 കിലോമീറ്റർ യാത്ര ചെയ്ത് 50,000-ലധികം രൂപയുടെ ഫ്യൂവൽ അടിച്ചു. ഫ്യൂവല് മാത്രം 50,000 അടിച്ചു. ഏകദേശം 60,000-70,000 രൂപേന്റെ ഫുഡ് കഴിച്ച് 2 ആളുകൾക്ക് വലിയ രീതിയിലുള്ള എക്സ്പെൻസ് ഇതുവരെ കഴിഞ്ഞു പോയി. അപ്പോ ദൈവം പാതി. നമ്മൾ എന്ത് ചെയ്യുക, നന്മ ആഗ്രഹിക്കുക, മാക്സിമം നന്മ ചെയ്യുക, എന്നിട്ട് യാത്ര ചെയ്യുക. പിന്നെ ഈ ഒരു അടുത്ത കാലത്തായിട്ട് നിങ്ങളെ ഫോളോ ചെയ്യുന്ന പലരും മനസ്സിലാക്കിയിട്ടൊരു കാര്യമാണ്, ഒരു ഓൺലൈൻ മദ്രസ സംവിധാനം കൂടെ നിങ്ങൾ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതെ. എങ്ങനെയാണ് അതിലേക്കൊക്കെ എത്തിപ്പെടുന്നത്? എൻ്റെ യാത്രയാണ്.
എൻ്റെ യാത്രയിൽ, എൻ്റെ വിദേശ യാത്രയിലാണ് ഈ ഒരു ഓരോ concept. പാഠങ്ങളും യാത്രയിലൂടെ കിട്ടും. തീർച്ചയായിട്ടും അതാ ഞാൻ പറഞ്ഞേ, യാത്ര ചെയ്യുക. ഒരു +2 കാരൻ അല്ലെങ്കിൽ ഒരു ഡിഗ്രി കഴിഞ്ഞ ഒരാൾ യാത്ര ചെയ്യുകയാണെങ്കിൽ അവന്റെ മുന്നിലേക്ക് അവന്റെ കരിയർ വരും. സ്വാഭാവികമായിട്ടും അവന്റെ മുമ്പിലേക്ക് പിന്നെ വരും. ഒരു പ്രഷറും കൂടെ ഉണ്ടാവും, ഇനി എന്ത് എന്നുള്ള ഒരു അതെ ചോദ്യം. അതെ അതെ. അങ്ങനെ വിദേശ യാത്രകളിൽ നിന്ന് പല കുട്ടികളും എന്ത് ചെയ്യുന്നു, പഠിക്കാത്ത, അതായത് അവിടെ വിദേശത്ത് ഫാമിലി സെറ്റിൽഡ് ആണ്, പക്ഷെ അവർക്ക് പഠിക്കാനുള്ള സാഹചര്യങ്ങളില്ല. ഇല്ല. വളരെ ദൂരങ്ങളിലാണ് മദ്രസ സംവിധാനങ്ങളൊക്കെ അവിടെ ഉള്ളത്. തീർച്ചയായും. അപ്പൊ അവർക്ക് എന്ത് എന്നുള്ള ഒരു ആലോചനയിലാണ്. അപ്പൊ ഈ കൊറോണ സമയത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഓൺലൈനിലേക്ക് ക്ലാസ്സുകൾ സജീവമായാലും ഇതൊരു കോൺസെപ്റ്റ് ആക്കി എങ്ങനെ മാറ്റാം എന്നുള്ള ആലോചനയിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഓൺലൈൻ മദ്രസ എന്നുള്ള ഓൺലൈൻ മദ്രസ സംവിധാനത്തിലേക്ക് എന്നുള്ള വരുന്നത്. യാത്രക്കിടയിലെ വിലപ്പെട്ട സമയമാണ് നമുക്ക് വേണ്ടിയിട്ട് ഉസ്താദ് മാറ്റിവെച്ചിട്ടുള്ളത്. അപ്പോൾ ഇൻഷാ അല്ലാ നമ്മുടെ നസീബ് റബ്ബാനി ഉസ്താദ് നിരവധി അനുഭവങ്ങൾ നമുക്ക് മുമ്പിൽ, നമ്മുടെ പ്രേക്ഷകർക്ക് മുമ്പിൽ ഇവിടെ അവതരിപ്പിച്ചു തന്നു. നമുക്ക് മുമ്പിൽ അദ്ദേഹം മനസ്സ് തുറന്ന് ഒരുപാട് സംസാരങ്ങൾ നമുക്ക് മുമ്പിൽ അദ്ദേഹം സമർപ്പിച്ചു. അപ്പോൾ ഇൻഷാ അല്ലാ നമ്മുടെ ഈ ഒരു സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. യാത്രകൾക്ക് എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. സന്തോഷം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.